സുരേഷ് ഗോപിയോട് പലരും ചോദിക്കുന്നുണ്ട്, നിങ്ങളെ ഞങ്ങൾ ജയിപ്പിച്ചു, മന്ത്രിയാക്കിയല്ലോ, നിങ്ങൾ എന്താ കാര്യങ്ങൾ ചെയ്യാത്തത്? എങ്ങനെ ചെയ്യാം? ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന സംസ്ഥാനത്ത് സുരേഷ് ഗോപിക്ക് പദ്ധതികൾ ചാക്കിൽ കെട്ടി കൊണ്ടുവന്ന് കൊടുക്കാൻ പറ്റില്ല. പദ്ധതികൾ ചോദിക്കാൻ അതത് വകുപ്പിന്റെ മന്ത്രിമാർ തയ്യാറാകണം. പദ്ധതികൾ ചോദിക്കാൻ പ്രൊജക്ട് വേണം. ആ പ്രൊജക്ട് എഴുതി സമർപ്പിച്ച് കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ കൊടുക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ് സുരേഷ് ഗോപി. പക്ഷെ സുരേഷ് ഗോപി പറഞ്ഞാൽ കേൾക്കുന്ന മുഖ്യമന്ത്രിയില്ല, സുരേഷ് ഗോപി പറഞ്ഞാൽ കേൾക്കുന്ന സംസ്ഥാന മന്ത്രിമാരില്ല. ഇത്ര നാളായി സുരേഷ് ഗോപി ടൂറിസം വകുപ്പ് കൈകാര്യം ചെയ്യുകയാണ്. 10 തൊഴിലാളികൾക്ക് ജോലി കൊടുക്കാൻ ആലപ്പുഴയിൽ നിന്നോ തൃശ്ശൂരിൽ നിന്നോ അതിരപ്പള്ളി പ്രദേശത്തു നിന്നോ ഒരു ടൂറിസം പ്രൊജക്ട് കൊടുക്കാൻ നമ്മുടെ മുഖ്യമന്ത്രിയുടെ മരുമകന് സമയമില്ല, കണ്ടിട്ടില്ല. ഒറീസയുടെ മുഖ്യമന്ത്രി കാണുന്നു, മധ്യപ്രദേശിലെയും ഗുജറാത്തിലെയും മുഖ്യമന്ത്രി കാണുന്നു. എന്തിനാണ് പറയുന്നു? ഉറയിലിട്ട വാള് ഊരിയെടുത്തല്ലോ സ്റ്റാലിൻ, നമ്മുടെ മുഖ്യമന്ത്രി പിണറായിയുടെ സഹായം കൊണ്ട്. ആ സ്റ്റാലിന്റെ നാട്ടിലെ ടൂറിസം വകുപ്പ് മന്ത്രി വരെ 4 തവണ സുരേഷ് ഗോപിയുമായി ചർച്ച നടത്തി. എന്നാൽ കേരളത്തിന്റെ മന്ത്രിമാർക്ക് സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ അലർജിയാണ്. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇവിടെ വികസനം കൊണ്ടുവരേണ്ടത്? കൊടുക്കാൻ തയ്യാറാണ് എന്ന് എല്ലാ നേതാക്കന്മാരോടും നമ്മുടെ കേന്ദ്രമന്ത്രി അറിയിച്ചു കഴിഞ്ഞു. പക്ഷേ അതിന് പ്രൊജക്ട് വേണം, അതിന് പദ്ധതി വേണം, അതിന് ചർച്ച വേണം. അതിന് ഇവിടുത്തെ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും MLA മാർ തയ്യാറാണെങ്കിൽ വികസനം ഉണ്ടാകും.